I am Madhusri. I am 4 years old. I go to Tudate English medium school. I am Nedinchal. I live in Nedinchal. Okay, very good. Adishri നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എല്ലാവരും കേട്ടില്ലേ? ഓക്കെ, ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? മിസ് നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് പഠിച്ചിട്ട് നന്നായി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അല്ലേ? ഇനി ആരാ പറയാ? ഓക്കെ, ഇഷാനി നന്നായിട്ടൊന്ന് ചെയ്തു കൊടുത്തേ. ഇഷാനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇഷാനി കേക്കുന്നുണ്ടോ മിസ്സേ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയി. I am Ishani Shana, 4 years old. I live in Vaikada. I go to Toilet English School. ഓക്കെ, വെരി ഗുഡ് ഇഷാനി. അപ്പോ എല്ലാവരും ഇതെന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ ഓക്കെ, ഇനി എന്താണ്? ഇനി നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ചാണ് അല്ലേ നമ്മൾ രാവിലെ പറഞ്ഞത്. നേരത്തെ ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് അവർ ബോഡി പാർട്സ് അല്ലേ? വിച്ച് ആർ അവർ ബോഡി പാർട്സ്? ആരാ പറയാ? സിയ ഫാത്തിമ നന്നായിട്ടൊന്ന് ബോഡി പാർട്സ് എല്ലാം കാണിച്ചു കൊടുത്തേ മോളെ. നിതാഷ വിളിക്കാട്ടോ. നിതാഷ Head, ഓക്കെ eyes, ഓക്കെ nose, mouth, ഓക്കെ teeth, ear, neck, ഓക്കെ hand, finger, ഓക്കെ stomach, leg, ഓക്കെ feet, foot. foot, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ ദീസ് ആർ അവർ ബോഡി പാർട്സ് അല്ലേ? അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു? ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് ആൻഡ് വിച്ച് ആർ അവർ ബോഡി പാർട്സ് അല്ലേ? ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചതാണ് ഹൗ ടു ക്ലീൻ അവർ സെൽഫ്സ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് എപ്പോഴും നീറ്റ് ആയിട്ട് ഇരിക്കാന്ന്. ഉമർ, വാട്ട് ആർ യു ഡൂയിങ് ദേ? ഉമർ എന്താണ് ചെയ്യുന്നത്? ഉമർ, ലിസൺ ഹിയർ. ഓക്കെ, ലിസൺ. ഓക്കെ, ഇനി നമ്മൾ ഹൗ ടു ക്ലീൻ അവർ സെൽഫ്സ് അല്ലേ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? നിതാഷ നന്നായിട്ടൊന്ന് പറഞ്ഞേ മോളെ, ഹൗ ടു ക്ലീൻ അവർ സെൽഫ്സ്. brush our teeth, wash our hands, bath our day, trim our nails, wash our hands, trim our nails, comb our hair, walk in class. ഓക്കെ ഓക്കെ നിതാഷ, വെരി ഗുഡ്. ഫാത്തിമ മോളെ, ഫാത്തിമ ജാബർ കേൾക്കുന്നില്ലേ മോളെ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്സ് ആൻഡ് വിച്ച് ആർ അവർ ബോഡി പാർട്സ്, ഹൗ ടു ക്ലീൻ അവർ സെൽഫ്സ് അല്ലേ? ഇത് മൂന്നും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പഠിച്ചു അല്ലേ? ഓക്കെ,
പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഫാമിലിനെ കുറിച്ചാണ് അല്ലേ? നമ്മുടെ ഫാമിലിയിൽ എത്ര പേരുണ്ടാവും, എങ്ങനെയാണ് നമ്മുടെ ഫാമിലി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇൻ അവർ ഫാമിലി there are our grandmother, grandfather, mother, father, sister, aunt, uncle and cousins അല്ലേ? These are members of Nikki's family അല്ലേ? നമ്മൾ പഠിച്ചു അല്ലേ? നിക്കി എന്ന് പറഞ്ഞ ഒരു ഗേള് അവരുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നിക്കീസ് ഫാമിലി. ഓക്കെ, ഹിയർ ലിസൺ ഹിയർ, ഐ എം നിക്കി. നിക്കി ഈസ് എ ഗേൾ അല്ലേ? നിക്കി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ അല്ലേ? നമ്മളെ പോലെ ഒരു ചെറിയ കുട്ടിയാണ്. ഷീസ് എ LKG സ്റ്റുഡന്റ് അല്ലേ? നിക്കി, ഐ എം നിക്കി. നിക്കി ഇൻട്രൊഡ്യൂസ് ഹർ ഫാമിലി. ഓക്കെ, okay, listen, here is Nikki is a girl അല്ലേ? നമ്മളെ പോലുള്ള ഒരു ഗേൾ ആണ് നിക്കി അല്ലേ? നമ്മുടെ ക്ലാസ്സിലെ ആദിശ്രീ, what are you doing there? ആദിശ്രീ നമ്മുടെ എന്താണ്, നമ്മളെ പോലെ ഒരു LKG സ്റ്റുഡന്റ് ആണല്ലേ നിക്കി. അപ്പൊ അവള് അവളുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നിക്കി. ഓക്കെ, ഐ എം നിക്കി, I love my family. Nikki told that I love my family. Nikki പറയാണ് ഞാൻ എൻ്റെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ? I am Nikki, I love my family. Okay, നിക്കി എന്ന് പറഞ്ഞ ഒരു ഗേള് പറയുന്നതാണല്ലേ? ഞാൻ നിക്കിയാണ്, I love my family, and then she is my ഷഹൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. എന്താണ് മോനെ പ്രോബ്ലം? കേൾക്കാൻ പറ്റുന്നില്ലേ? ചെറുങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല മിസ്സേ, സൗണ്ട് തീരെ കുറവാ. അതെല്ലേ, ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും അതുപോലെയാ? ഇപ്പൊ ശരിയായി. അതല്ലേ, ഓക്കെ, ലിസൺ. ഇപ്പോ നിക്കി പറയാണ് ദിസ് ഇസ് മൈ ഫാമിലി എന്ന് പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണല്ലേ നിക്കി. ഷീ ഈസ് മൈ ഗ്രാൻഡ് മദർ, ഹി ഈസ് മൈ ഗ്രാൻഡ് ഫാദർ, ഷീ ഈസ് മൈ മദർ. മ്യൂട്ട് ആകാതെ. ഷഹൽ. ഓക്കെ, ഓക്കെ, ഐ ആം നിക്കി, ഐ ലവ് മൈ family അല്ലേ? നിക്കി ഈസ് എ ഗേൾ, ഷീ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് ഹർ ഫാമിലി. ഇത് നിക്കിയുടെ ഫാമിലി ആണല്ലേ? there are her grandmother അല്ലേ? നിക്കിയുടെ ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദറും ഉണ്ട് അല്ലേ? എത്ര പേരുടെ വീട്ടിൽ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഉണ്ട്? raise your hands. ഫാത്തിമ, മെഹ്റിൻ, ഫാത്തിമ, ജാബിർ, നിടാഷ, പ്രണബ് എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ? ഓക്കെ, ഓക്കെ, അപ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ പാരൻസിന്റെ എന്താണ് ഫാദറും മദറും ഒക്കെ ഉണ്ടാവും അല്ലേ? അവരാണ് നമ്മുടെ എന്താണ് ഗ്രാൻഡ് പാരൻസ് അല്ലേ? they are our ഗ്രാൻഡ് പാരൻസ്. ഓക്കെ, അപ്പോ here Nikki told that in her family there are grandmother and grandfather. അവളുടെ ഫാമിലിയില് ഗ്രാൻഡ് മദറും ഉണ്ട്, ഗ്രാൻഡ് ഫാദറും ഉണ്ട് അല്ലേ? ദിസ് ഈസ് നിക്കീസ് ഫാമിലി അല്ലേ? നിക്കി ഇൻട്രൊഡ്യൂസ് ഹർ ഫാമിലി. ഓക്കെ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മദർ ആൻഡ് ഫാദർ അല്ലേ? ആരൊക്കെ ഉണ്ട്? ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, പിന്നെ മദർ ഉണ്ട്, ഫാദറും ഉണ്ട് അല്ലേ? അപ്പോ അവരാണ് നിക്കിയുടെ ഫാമിലി മെമ്പേഴ്സ്. പിന്നെ ആരുണ്ട്? നിക്കി ഒരു സിസ്റ്റർ ഉണ്ട് അല്ലേ നിക്കിക്ക്? ഷീ ഈസ് മൈ സിസ്റ്റർ. നോക്കിയേ, ഒരു സിസ്റ്ററിന്റെ പിക്ചർ നോക്കൂ. ദാറ്റ് ഈസ് നിക്കി's സിസ്റ്റർ. ഓക്കെ, നിക്കിയുടെ സഹോദരിയാണ് അല്ലേ അത്? ഓക്കെ, ആൻഡ് ഷീ ഈസ് മൈ aunt and he is my uncle. നിക്കിയുടെ ഫാമിലിയിൽ ആന്റി ഉണ്ട്, അങ്കിളും ഉണ്ട് അല്ലേ? പിന്നെ അവരുടെ മക്കളും ഉണ്ട് അല്ലേ? കസിൻസ്. ദീസ് ആർ മൈ കസിൻസ്. നിക്കിയുടെ കസിൻസും ഉണ്ട്. ദിസ് ഈസ് നിക്കീസ് ഫാമിലി അല്ലേ? അപ്പൊ ഇതുപോലെ നമ്മള് നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ഇത് നിക്കിയുടെ ഫാമിലിയാണ് അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ എന്ത് പറയും? ഐ ആം നിക്കി എന്ന് പറയുന്ന പോലെ ഇപ്പോ ഐ ആം എന്ന് പറയാ, പേര് പറയാ, ഐ ലവ് മൈ ഫാമിലി എന്ന് പറയാം അല്ലേ? ഫാത്തിമ ജാബിർ ഒന്ന് നന്നായിട്ട് പറഞ്ഞ മോളെ, ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ.
I am Fatima I Jaber. am Fatima Jaber. I love my family അല്ലേ? I love my family. Okay. Grandmother, ഉം. grandfather, mother, father, sister, and uncle, cousins. Okay. അപ്പോ എന്താണ്? This is Nikki's family അല്ലേ? അപ്പൊ നിക്കിയുടെ ഫാമിലിയില് ആരൊക്കെയുണ്ട്? ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മദർ, ഫാദർ, സിസ്റ്റർ, aunt, uncle and cousin. These are Nikki's family members. അതുപോലെ ആരൊക്കെ? ഫാത്തിമ ജാബറിന്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, സിസ്റ്റർ ഉണ്ട് അല്ലേ? സിസ്റ്റർ, ബ്രദർ അല്ലേ? അങ്ങനെ കുറെ പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എവറിബഡി ലവ്സ് അവർ ഫാമിലി അല്ലേ? എല്ലാവർക്കും അവരവരുടെ ഫാമിലിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് എന്തൊക്കെയാ പഠിച്ചത്? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബോഡി പാർട്സ് പഠിച്ചു, ഹൗ ടു ക്ലീൻ അവർ സെൽസ് അല്ലേ? കീപ്പിംഗ് ക്ലീൻ, ആൻഡ് ദെൻ മൈ ഫാമിലി അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടത്. ഐ ആം സിയ ഫാത്തിമ, ഐ ലവ് മൈ ഫാമിലി അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയാ അല്ലെ സിയ? ഐ എം സിയ ഫാത്തിമ, ഐ ലവ് മൈ ഫാമിലി. ഇപ്പം ആദിഷ് ആണ് പറയുന്നതെങ്കിൽ ആദിഷ് പറയും I am Adish, I love my family. In my family, my grandparents and my parents and brother ആണോ സിസ്റ്റർ ആണോ ആരാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാ പറയാ അല്ലേ? ഓക്കെ. നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ബ്രദർ ഉണ്ടാകാം, സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ബേബി ആയിരിക്കാം അല്ലേ ഫാത്തിമ ജാബിർ? ഫാത്തിമ ജാബിറിന്റെ വീട്ടിൽ ആരാണ്? ബേബി ആണല്ലേ ഫാത്തിമ? ബേബി ഉണ്ടല്ലേ ഫാത്തിമ? ഓക്കെ. അങ്ങനെ ആരൊക്കെയാണോ നമ്മുടെ ഫാമിലിയിൽ ഉള്ളത് അവരെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചിലരുടെ വീട്ടിൽ ചേട്ടൻ ഉണ്ടാവും അല്ലേ? ആദിശ്രീക്ക് ആരാണ്? ആദിശ്രീന്റെ വീട്ടിൽ സിസ്റ്റർ ഉണ്ട് അല്ലേ? ആദിശ്രീക്ക് ഒരു ചേച്ചി ഉണ്ട് അല്ലേ? അങ്ങനെ ഓരോരുത്തരുടെയും വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അവരെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? നമ്മുടെ പാരൻസിനെ പറയും, നമ്മുടെ ബ്രദർ ഓർ സിസ്റ്റർ, പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ നിക്കിയുടെ ഫാമിലിനെ കുറിച്ചാണ് പറയുന്നത്. നിക്കിയുടെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മദർ, ഫാദർ, സിസ്റ്റർ, aunt, uncle and cousins. These are Nikki's family members അല്ലേ? അപ്പൊ ഇവരൊക്കെ കൂടുന്നതാണ് നമ്മുടെ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫാമിലി എന്ന് പറയാ. ദാറ്റ് ഈസ് our family. Our grandparents, parents, brother or sister, aunt, uncle, cousins and ആരാണെങ്കിലും അല്ലേ? നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെയാണ് നമ്മുടെ ഫാമിലി. ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ ഫാമിലിയെ കുറിച്ച്. ഓക്കെ. ഇവിടെ നിക്കി അവളുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ നമ്മൾ എല്ലാവരും നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് ക്ലീൻ ആയിരിക്കാന്നും പറഞ്ഞു അല്ലേ? ആരാണ് ഹൗ ടു ക്ലീൻ ഒന്ന് നന്നായിട്ട് പറയാ? ആദിശ്രീ, എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കുക? ആദിശ്രീ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വിച്ച് ആർ ദ ഗുഡ് ഹാബിറ്റ്സ് ഫോർ ക്ലീൻ? Brush your teeth. Okay. Wash your hands. Okay. What every day do? Trim all nails. Okay. Comb hair. Okay. Wear clean clothes. Okay, very good. അപ്പോ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബ്രഷ് യുവർ ടീത്ത്, wash your hands, bath every day, trim our nails, comb our hair, wear clean clothes അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക അല്ലേ? അപ്പൊ നമ്മള് how to being good അല്ലേ? അങ്ങനെയാണ് നമ്മള് ഗുഡ് ആയിട്ട് നിൽക്കുക അല്ലേ? നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായി നീറ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മൾ എന്താവൂ? ഗുഡ് ആവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. കേൾക്കാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും?
ഉണ്ടോ? ഇല്ല. ശബ്ദം കുറവാണോ ആദിശ്രീ? അതെ അല്ലേ? ഓക്കേ. ഓക്കേ, ഏഡൻ തോമസ്. ഏഡൻ നന്നായിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഏഡൻ കുറച്ചേ കേൾക്കുന്നുള്ളൂ അല്ലേ? വാട്ട് ക്യാൻ ഐ ഡു? ഏഡൻ തോമസ് നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത മോനെ, നന്നായിട്ട് എല്ലാവരും കേൾക്കട്ടെ. ഏഡൻ. I am Aiden Thomas. ഓക്കേ. I am 3 years old. ഓക്കേ. I go to Village English Medium School. ഓക്കേ. Pulingam. I live in Minduli. ഓക്കേ. ഓക്കേ, വെരി ഗുഡ് I ഏഡൻ. am family. ഓക്കേ, നന്നായിട്ടുണ്ട് കേട്ടോ ഏഡൻ. ഓക്കേ, ലുബാബ നന്നായിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ലുബാബ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കേ, പറയ് മോളെ. I am Fatimatul Lubabeji. I age is called I live in Puningon. ഓക്കേ. ഓക്കേ, വെരി ഗുഡ് ലുബാബ. അപ്പോ നമ്മൾ എന്ത് വേണം? നന്നായിട്ട് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? എപ്പോ ചോദിച്ചാലും ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം അല്ലേ? ആര് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ? ഓക്കേ, നിതാഷ നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ നിതാഷ. I am Nidasha. ഓക്കേ. I am 4 years old. I go to Light English School. I live in Kudam. ഓക്കേ, വെരി ഗുഡ്. അപ്പോ എല്ലാവരും ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലേ? ഫാത്തിമ മെഹറിൻ ഒന്ന് നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോളെ. I am Fatima Meharin. ഓക്കേ. I go to college or school. ഓക്കേ. I live in Pattuam. ഓക്കേ. ഓക്കേ, വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ എല്ലാവരും ഏബൽ ജിയോ നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോനെ. ഏബൽ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കേ. ടീച്ചർ ചോദ്യം ചോദിക്കുന്നതിന് ആൻസർ പറയാം. പെട്ടെന്ന് പറയൂ ഏബൽ. എങ്ങനെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേ ഏബൽ. വേഗം പറയൂ. ഐ ആം ഏബൽ ജിയോ. ഇൻട്രൊഡ്യൂസ് ചെയ്യേ. അയ്യാ പറഞ്ഞേ. ഏബൽ ഗുഡ് ബോയ്. ഇല്ല. ഡോണ്ട് ബി എ ബാഡ് ബോയ്. ഓക്കേ. ബാഡ് ബോയ് വേഗം പറ. മോനെ എന്താണ് ഏബൽ? അറിയാത്തോണ്ടല്ല അല്ലേ? ഏബലിന് ഇത്തിരി മടിയാണല്ലേ ഏബൽ? മിറ്റത്തായിരിക്കുന്നത് ഒരു പട്ടി വന്നു പേടിച്ചു പോയിട്ട്. ഓക്കേ. ഓക്കേ ഏബൽ, നീ അടുത്ത. കരയണ്ട, പട്ടിയൊന്നും ചെയ്തില്ല. ഏബൽ ഡോണ്ട് ക്രൈ. ഏബൽ ലിസൺ. ലിസൺ ഹിയർ. ഓക്കേ. ഓക്കേ, അപ്പോ ഇനി ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാ? ഷഹൽ, മുഹമ്മദ് ഷഹൽ ഒന്ന് നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഷഹൽ. I am Shahel. I am going to school. I live in Pedingo. Yes, I am 4 years old. കഴിഞ്ഞോ? I live in Pedingo. കഴിഞ്ഞോ? I am Shahel. I am 4 years old. I live in Pedingo. I am 4 years.
I am 4 years old. Okay. I am going to the school. I Very live in Perino. okay. Okay, very good, Shahal. നന്നായിട്ടുണ്ട് കേട്ടോ ഷഹൽ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്തൊക്കെ ചെയ്തു നമ്മളല്ലേ? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പോ എല്ലാവരും പഠിച്ചു അല്ലേ? നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്താണ്? ഗുഡ് ചിൽഡ്രൻസ് ആണ് അല്ലേ? നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പഠിച്ചു. സിയ ഫാത്തിമ, വേർ ആർ യു ഗോയിങ് സിയ? ഓക്കെ ഓക്കെ. ദെൻ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? മൈ ഹൗസ് അല്ലേ? മൈ ഹൗസ്. ഇതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് ഉടനെ നമുക്ക് നമ്മുടെ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കാം നമ്മുടെ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണ് പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോവുക. ഓക്കെ, ഇത് നമ്മൾ നന്നായി പഠിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സെമ്മിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് വേറെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നന്നായി ലിസൺ ചെയ്യണം, നന്നായിട്ട് ഇതെല്ലാം പഠിക്കണം. ഓക്കെ ഓക്കെ, റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ. ദെൻ നമ്മൾ മൈ ഹൗസ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മൈ ഹൗസ്. മൈ ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്? മൈ ഹൗസ് എന്താണ് ആദേശ്? മൈ ഹൗസ് ആദേശ് എന്താണ് മൈ ഹൗസ് എന്ന് വെച്ചാല്? മൈ ഹൗസ് വെച്ചാൽ മൈ ഹൗസ് പറഞ്ഞാല് വീട്. വീട് അല്ലേ? നമ്മുടെ വീടിനെ കുറിച്ചാണ് ഇനി വീട്. ഓക്കെ. ഇനി നമ്മൾ എന്റെ വീട് കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? സെൽഫ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഹൗ ടു ഇൻട്രൊഡ്യൂസ്. ദെൻ നെക്സ്റ്റ് എന്താണ്? പിന്നെ നമ്മൾ എന്താണ്? ബെഡ്റൂം. ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ ഫാമിലി. ഫസ്റ്റ് ഹൗ ടു ഇൻട്രൊഡ്യൂസ് ourselves. Second, അവരെ അടുത്ത introduce പ്രശ്നമാണ്. our family. And third one, how to introduce our home. ടീച്ചറാ വീടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മുടെ ഹൗസ്, നമ്മുടെ ഹോം അല്ലേ? നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, that's our home, the place we live അല്ലേ? നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലേ? നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ നിൽക്കുന്ന നമ്മുടെ പ്ലേസ് ആണ് our home. Okay, everybody has home അല്ലേ? എല്ലാവരും താമസിക്കുക വീട്ടിലാണല്ലേ? നമ്മളെന്താണ്? നമ്മളൊക്കെ വീടിന്റെ മുമ്പില് ലിവിംഗ് റൂം, ഹൗസസ് അല്ലേ? നമ്മളൊക്കെ താമസിക്കുക ഹൗസിലാണ്. വീട്ടിലാണ് താമസിക്കുക അല്ലേ? പക്ഷെ എവിടെയാണ് നമ്മുടെ ബേർഡ്സ് ഒക്കെ എവിടെയാണ് താമസിക്കുക? ബേർഡ്സ് ഒക്കെ എവിടെയാണ് താമസിക്കുക? സിയ ഫാത്തിമ, കുളിക്കുന്ന റൂമിനോ? ബേർഡ്സ് ഒക്കെ എവിടെയാണ് താമസിക്കുക? ബേർഡ്സ് ബാത്റൂം. സിയ, ഇത് എവിടെയാണ് ബേർഡ്സ് ഒക്കെ ഉണ്ടാവുക? ബേർഡ്സ് ആണ് സിയ. ഇത് കമ്പ്യൂട്ടർ റൂം. ഇത് സ്കൂൾ. ഇത് വീട്. ഇത് സിയ, can you hear me സിയ? സിയ കേൾക്കുന്നില്ലേ മോളെ? സിയ പറയുന്നത് മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല മോളെ. ഓക്കെ ഓക്കെ. ഫാത്തിമ മെഹ്റിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഫാത്തിമ, ഓക്കെ. ഫാത്തിമ എന്തെങ്കിലും പറയും മോളെ. ബേർഡ്സ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുക ഫാത്തിമ? ഓക്കെ ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. എന്താണ് മോളെ സിയാക്ക് എന്താണ് പ്രോബ്ലം എന്നറിയില്ല മോളെ, കേൾക്കാൻ പറ്റുന്നില്ല ചില സമയത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ബേർഡ്സ് ഒക്കെ ട്രീന്റെ മുകളിലാണ് താമസിക്കുക അല്ലേ? നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഹൗസിലാണ് താമസിക്കുക അല്ലേ? എല്ലാവരും ഹൗസിലാണ് ഉണ്ടാവുക അല്ലേ? പക്ഷെ ബേർഡ്സിനെ പോലെ നമ്മൾ ട്രീസിന്റെ മുകളിലൊന്നും കൂടൊന്നും ഉണ്ടാക്കിയിട്ടല്ല താമസിക്കുക അല്ലേ? പിന്നെന്താണ്? സിംഹവും പുലിയും ഒക്കെ എവിടെയാണ് താമസിക്കുക? അവരൊക്കെ
ഫോറസ്റ്റിലുള്ള വലിയ ഗുഹേന്റെ ഉള്ളിലൊക്കെയാണ് താമസിക്കുക അല്ലെ. പക്ഷെ നമ്മളെ പോലെ വീട് വെച്ചിട്ടാണോ താമസിക്കുക? അല്ലേ. നമ്മൾ എന്താണ് വീടുണ്ടാക്കി വീട്ടിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത് അല്ലേ. വിത്ത് അവർ ഫാമിലി വി ആർ ലിവ് ഇൻ എ ഹൗസ്. ഓക്കെ, വി ആർ ലിവിംഗ് ഇൻ എ ഹൗസ് വിത്ത് അവർ പാരന്റ്സ് ആൻഡ് ബ്രദർ സിസ്റ്റർ ഓർ ഗ്രാൻഡ് പാരന്റ്സ് എക്സെട്രാസ് അല്ലേ. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഹൗസിൽ താമസിക്കുന്നു. ഓക്കെ, അപ്പോ എന്താണ് അതുപോലെ നമ്മൾ നമ്മളെ ഹൗസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇനി പഠിക്കാൻ പോകുന്നത് അല്ലേ. എല്ലാവരും വീടുണ്ടല്ലേ. ചിലപ്പോ സ്വന്തം വീട്ടിലായിരിക്കാം, ഇല്ലെങ്കിൽ റെന്റിന് താമസിക്കുന്നവരുണ്ടാവാം. എങ്ങനെയായാലും നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? ഇൻ എ ഹോം അല്ലേ, ഇൻ എ ഹൗസ്. ഓക്കെ, അപ്പോ ഇനി വരുമ്പോ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മള് നമ്മുടെ ഹൗസിനെ കുറിച്ച് ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കും അല്ലേ. നമ്മുടെ ഹൗസിൽ ഏതൊക്കെ റൂം ഉണ്ട്, നമ്മുടെ സ്കൂളിൽ ഏതൊക്കെ റൂം ഉണ്ട്, ഏതൊക്കെയാണ് നമ്മുടെ ഹൗസിലെ റൂം, ഏതൊക്കെ ഹൗസിൽ നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ റൂമിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുക. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ബോറടിച്ചോ ഇന്ന്? നമ്മള് നിങ്ങൾക്ക് വീണ്ടും 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 മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് അല്ലേ. നമുക്കിത് എന്താണ് പറഞ്ഞു പഠിക്കാൻ മാത്രമാണ് പറ്റുക അല്ലേ. നമുക്കിതൊക്കെ എഴുതി പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ ഈ വർഷം പഠിച്ച് വലിയ മിടുക്കന്മാരായാൽ എന്താണ് അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് ഇതൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ വർഷം നമുക്കിതൊക്കെ പറഞ്ഞു മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ഓക്കെ. അപ്പോ എന്താണ് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാമല്ലേ നമ്മുടെ ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് EVSന്റെ ക്ലാസ്സിൽ കാണാം അല്ലേ. ആരാ ഒരാള് നല്ലൊരു പാട്ട് പാടുക? ഒറ്റൊരാള്. നമുക്കിന്ന് ലുബാബയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ. നമുക്ക് ലുബാബയോട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കാലോ. ലുബാബ, ഐ തിങ്ക് ലുബാബക്ക് എന്തോ ഒരു നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് മോളെ, സ്റ്റെക്കായി നിൽക്കുകയാണ് ലുബാബ. നമുക്ക് ഫാത്തിമ ജാബറിന്റെ പാട്ട് കേട്ടാലോ. ഫാത്തിമ, Jingle, jingle, lucky star, how I wonder what you are. Up above the world so high, like a diamond in the sky. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പാടി കേട്ടോ. ഫാത്തിമയ്ക്ക് എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഈ ഫാത്തിമയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും ചെയ്യാതിരുന്നത് അല്ലേ. ഇന്ന് നല്ല മോളായിട്ടുണ്ട്. ഗുഡ് ഗേൾ. ഓക്കെ, ഇനി ലുബാബ മോളെ അൺമ്യൂട്ട് ചെയ്തോ മോളെ. നല്ലൊരു പാട്ട് പാടിയേ ലുബാബ. ഓക്കെ, Tingle, tingle, little star, oh, I wonder what you are. Up above the world so high, like a diamond in the sky. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. എല്ലാവരും ലുബാബയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ ഓക്കെ, ഇനി ബാക്കിയുള്ളവരെന്താണ് അടുത്ത ക്ലാസ്സിൽ പാടാട്ടോ. നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. നമുക്കിനി എല്ലാരെ കൊണ്ടും ഇന്ന് പഠിപ്പിക്കാൻ പറ്റൂല അല്ലേ. അപ്പൊ ബാക്കിയുള്ളവരെന്താണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ടും പഠിക്കാം. ഓക്കെ, ആരും വിഷമിക്കണ്ട, അടുത്ത ക്ലാസ്സിൽ പാടാട്ടോ. ഇന്ന് നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. ഓക്കെ ഓക്കെ, എല്ലാവരെ കൊണ്ട് പാട്ട് പാടിക്കണമെന്നുണ്ട്. പക്ഷെ എന്താണ് നമുക്ക് ടൈം ഇല്ല അല്ലേ. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. Okay. Okay, bye-bye. See you again in our next class. Okay? Bye. Bye-bye. Thank you, Miss. You're welcome.